ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ അറബിക്കഥകളെ പറ്റി കേട്ടിട്ടുണ്ടോ? വലിയൊരു കഥാസാഗരമാണ് അറബിക്കഥ എന്ന് പറഞ്ഞല്ലേ. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള മനോഹരങ്ങളായ കഥകളുടെ ഒരു കൂട്ടം തന്നെയാണ് അറബിക്കഥകൾ. അറേബ്യയിലുള്ള മനോഹരമായ കഥകൾ, അതാണ് അറബിക്കഥകളിലായിട്ട് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ അറേബ്യൻ കഥകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവർ കണക്കാക്കുന്ന കഥകളാണ് പ്രവാചക കഥകൾ. പ്രവാചകൻ എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവവചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്ന ഒരാൾ. ദൈവിക ഒരു അവതാരമായിട്ടാണ് പ്രവാചകനെ കണ്ടിരുന്നത്. മുസ്ലിം വിശ്വാസം അനുസരിച്ച് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി. അപ്പോൾ മക്ക, മദീന തുടങ്ങിയ പട്ടണങ്ങളിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ട് പഠനങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖും ഖലീഫ ഉമറും അവിടെയാണ് ഭരിച്ചത്. സൗദിയിലാണ് മക്ക, മദീന തുടങ്ങിയ സ്ഥലങ്ങളുള്ളത്. അവരുടെ ഭരണത്തിന് കീഴിൽ പ്രജകളൊക്കെ ഒരുപാട് സന്തുഷ്ടരായിരുന്നു. അവർക്ക് വേണ്ടതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ നബിയുടെ അനുയായികളായിട്ടുണ്ടായിരുന്ന രാജാക്കന്മാർ ശ്രമിച്ചിരുന്നു. ഇവരിൽ തന്നെ ഖലീഫ ഉമർ നീതിമാനും അതിദയാലുവുമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നഗരത്തിലൊരിക്കൽ ഒരു ഭവനത്തിൽ നിന്ന് കരച്ചിൽ കേൾക്കുകയും അതിൻ്റെ കാരണമന്വേഷിച്ച് അദ്ദേഹം ചെല്ലുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നൊരു കഥയാണ് നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കുന്നത്. പാഠം 14, ഖലീഫ ഉമർ. ഓക്കെ, ഖലീഫ ഉമറിൻ്റെ ഈ കഥ നമുക്ക് പഠിക്കാം. ഒരു അറബി കഥയാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, കുഞ്ഞൊരു കഥയാണ്. കഥ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പദങ്ങളൊന്ന് പരിചയപ്പെടാം. നോക്കിക്കേ, ഒന്നാമത്തെ പദം എന്താണെന്ന്? വേഷപ്രച്ഛന്നം. എന്താണ് വേഷപ്രച്ഛന്നം എന്ന് പറഞ്ഞാൽ? വേഷം മാറിയതല്ലേ. നമ്മൾക്കൊക്കെ വേഷപ്രച്ഛന്ന മത്സരങ്ങളൊക്കെ കലോത്സവങ്ങൾക്കും സ്കൂളുകളിൽ പല മത്സരങ്ങൾ നടത്താറുണ്ടല്ലേ. വേഷപ്രച്ഛന്നം, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻസ് ഒക്കെ അല്ലേ. അതായത് ഒരാൾ വേഷം മാറി മറ്റൊരാളാവുന്നത്, അതാണെന്ത്? വേഷപ്രച്ഛന്നം. പുനരാരംഭം. എന്താണ് പുനർ എന്ന് പറഞ്ഞാൽ വീണ്ടും, ആരംഭം തുടങ്ങുക. പുനരാരംഭം, വീണ്ടും ആരംഭിക്കുക. ഓക്കെ, വീണ്ടും ആരംഭിക്കലാണ് പുനരാരംഭം. പരിപാലനം, പരിപാലിക്കുക, സംരക്ഷിച്ചു പോരുക. പരിപാലനം, സംരക്ഷിച്ചു പോരുക. ദുരിതം, ബുദ്ധിമുട്ട്. വിഷാദം, ദുഃഖം. പ്രാപ്തൻ, കഴിയുന്നവൻ, ഒരു കാര്യം ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ, അത് ചെയ്യാൻ കഴിയുന്നവൻ. നിസ്സഹായൻ, ആരും സഹായിക്കാനില്ലാത്തവനാണ് നിസ്സഹായൻ. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കേ. വേഷപ്രച്ഛന്നം, വേഷം മാറിയത്. പുനരാരംഭം, വീണ്ടും ആരംഭിക്കൽ. പരിപാലനം, സംരക്ഷിച്ചു പോരൽ. ദുരിതം, ബുദ്ധിമുട്ട്. വിഷാദം, ദുഃഖം. പ്രാപ്തൻ, കഴിയുന്നവൻ. നിസ്സഹായൻ, ആരും സഹായിക്കാൻ ഇല്ലാത്തവൻ. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. പാഠം 14, ഖലീഫ ഉമർ. നമ്മൾ പറഞ്ഞു മുഹമ്മദ് നബിയുടെ അവസാന പ്രവാചകനായിരുന്ന മുഹമ്മദ് നബിയുടെ അനുയായിയിൽ ഒരാളായ ഖലീഫ ഉമറിൻ്റെ കഥയാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. മിസ് വായിക്കുമ്പോൾ നോക്കിയിരിക്കുക. സമയം ഏറെ രാത്രിയായിരിക്കുന്നു. മദീന നഗരത്തിൽ എല്ലാവരും ഉറക്കമായി. പട്ടണത്തിനു വെളിയിൽ ഒരു കൊച്ചു കുടിലിൽ നിന്ന് മാത്രം കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഉമ്മ, വിശന്ന് ചാവാറായി, എന്തെങ്കിലും തരണം എന്നവർ കരച്ചിലിനിടയിൽ വിളിച്ചു പറയുന്നുണ്ട്. ആ സ്ത്രീ നിസ്സഹായതയോടെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി. അല്പനേരത്തിനുള്ളിൽ അവരുടെ കരച്ചിൽ ഉച്ചത്തിലായി. ഉടനെ തന്നെ ഉമ്മ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ച് കത്തിച്ചു ഒരു തവി കൊണ്ട് അതിളക്കിക്കൊണ്ടിരുന്നു. ഇത് കണ്ട കുട്ടികളുടെ കരച്ചിൽ ഒതുങ്ങി. അവർ പ്രതീക്ഷയോടെ അടുപ്പിൽ വെച്ച പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു രാത്രിയല്ലേ, ഖലീഫ ഉമറിൻ്റെ രാജ്യമാണ്, അദ്ദേഹത്തിൻ്റെ ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു രാത്രിയിൽ മദീന നഗരത്തിൽ എല്ലാവരും ഉറക്കമായി കഴിഞ്ഞിട്ടും ഒരു വീട്ടിൽ നിന്ന് മാത്രം കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കരച്ചിലാണ്? കുട്ടികളുടെ. കുട്ടികൾ കരച്ചിലിനിടയിൽ എന്താണ് പറയുന്നത്? ഉമ്മ വിശക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും അവർ കരയുന്നത്? വിശന്ന് കരയുകയായിരിക്കും അല്ലേ. അപ്പം വിശന്ന് കുട്ടികൾ കരയുകയാണ്. ആ സ്ത്രീ നിസ്സഹായതയോടെ, നിസ്സഹായത എന്ന് പറഞ്ഞാൽ എന്താണ്?
സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ അല്ലേ, ഒരു നിവൃത്തിയും ഒരു വഴിയും ഇല്ലാത്തൊരവസ്ഥയിൽ കുട്ടികളെ നോക്കി. അപ്പോൾ എന്തായിരിക്കും അവരിങ്ങനെ നിസ്സഹായതയോടെ നോക്കാനുള്ള കാര്യം? കുട്ടികളുടെ വിശപ്പ് മാറ്റാനുള്ളതൊന്നും തന്നെ അവരുടെ പക്കൽ ഉണ്ടായിരിക്കില്ല അല്ലേ. കുട്ടികളുടെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കിക്കൊണ്ട് നിന്നു. ആ കുട്ടികളുടെ കരച്ചിൽ വീണ്ടും ഉച്ചത്തിലായപ്പോൾ ഉമ്മ അടുപ്പിൽ എന്ത് ചെയ്തു? ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് തവി കൊണ്ട് ആ പാത്രം ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ശബ്ദം അതിനകത്തുനിന്ന് കേട്ടു അല്ലേ. ആ ശബ്ദം കേട്ട് കുട്ടികൾ പ്രതീക്ഷയോടെ അടുപ്പിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്താണ് അപ്പോൾ അവർ വിചാരിക്കുന്നത്? അടുപ്പിൽ എന്തോ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ഉടനെ വിശപ്പ് മാറ്റാനുള്ളത് കിട്ടും. അങ്ങനെ അവർ പ്രതീക്ഷയോടെ കരച്ചിൽ അല്പം അടക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരത്താണ് ഭരണാധികാരിയായിരുന്ന ഖലീഫ ഉമർ തൻ്റെ പ്രജകളുടെ വിവരമന്വേഷിക്കാൻ ആ വഴിക്ക് വേഷപ്രച്ഛന്നനായി സഞ്ചരിച്ചത്. അപ്പോൾ ഈ സമയത്ത് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭരിക്കുന്ന ആളല്ലേ, നേതാവായിട്ടുള്ള ആൾ. അദ്ദേഹം തൻ്റെ ആൾക്കാരുടെ, തൻ്റെ പ്രജകളുടെ, തൻ്റെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ, അവരുടെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വേഷപ്രച്ഛന്നനായി, വേഷം മാറി അതിലേ വരികയായിരുന്നു. വീട്ടിൽ നിന്നുള്ള വെളിച്ചവും കരച്ചിലും കേട്ട് അദ്ദേഹം അവിടേക്കെത്തി. അടഞ്ഞു കിടന്ന വാതിൽ അദ്ദേഹം പതിയെ തുറന്നു. കരഞ്ഞ് കരുവാളിച്ച മുഖവുമായി കുട്ടികൾ ഉമ്മ അടുപ്പത്ത് ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. അപ്പോൾ ഇങ്ങനെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് ഖലീഫ ഉമർ വരുവാണല്ലേ. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് വെളിച്ചവും അവിടെ നിന്ന് കരച്ചിലും കേട്ടപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം അകത്തേക്ക് വന്ന് വാതിൽ തുറന്നപ്പോൾ എന്താണ്? കരഞ്ഞ മുഖവുമായി കുട്ടികൾ ഉമ്മ അടുപ്പത്ത് വെച്ച് ചെയ്യുന്ന എന്തിനെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹേയ്, ഇങ്ങോട്ട് നോക്കൂ, ഖലീഫ ഉമർ സ്ത്രീയോട് പറഞ്ഞു. അവർ തിരിഞ്ഞു നോക്കി. വളരെ പെട്ടെന്ന് കോപിഷ്ഠയായി, ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇവിടെ കുട്ടികൾ പട്ടിണി കൊണ്ട് കരയുന്നു, ശല്യപ്പെടുത്താതെ പോകൂ, അവർ പറഞ്ഞു. അപ്പം എന്താണ്? ഖലീഫ ഉമർ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞവരെ വിളിച്ചു അല്ലേ. വിളിച്ചപ്പോൾ ആ സ്ത്രീ എന്താണ് ചെയ്തത്? അവർ കോപിഷ്ഠയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യപ്പെടുക അല്ലേ. ദേഷ്യം കൊണ്ട് അവരെന്താണ് പറഞ്ഞത്? കുട്ടികൾ പട്ടിണി കിടക്കുകയാണ്, അപ്പോഴും നിങ്ങൾ ശല്യപ്പെടുത്താൻ വരാതെ ഒന്ന് പോകൂ എന്ന് പറഞ്ഞു അല്ലേ. പട്ടിണിയോ? അപ്പോൾ നിങ്ങൾ അടുപ്പിൽ പാചകം ചെയ്യുന്നത് എന്താണ്? അതെന്തായാലും കൊടുത്താൽ കുട്ടികളുടെ വിശപ്പടങ്ങില്ലേ? അപ്പോൾ ഖലീഫ ഉമർ തിരിച്ചു ചോദിക്കുക അല്ലേ, പട്ടിണിയാണെന്നോ? അപ്പോൾ പട്ടിണിയാണെങ്കിൽ പിന്നെ അടുപ്പിൽ നിങ്ങൾ എന്തോ ചെയ്യുന്നത്? ആ ചെയ്യുന്നത് എന്താണെങ്കിലും അത് കുട്ടികൾക്ക് കൊടുത്തുകൂടെ? എന്തിനെയാണ് അവരിങ്ങനെ വിഷമിപ്പിച്ച് കരയിക്കുന്നത് അല്ലേ? വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവരിങ്ങനെ കിടന്ന് കരയുമ്പോൾ എന്തിനാണ് അവരിങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവർക്ക് കഴിക്കാനുള്ളത് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ആ ഉമ്മ എന്താ പറഞ്ഞു നോക്കിക്കേ, ഇത് വെറും വെള്ളമാണ്. കുട്ടികൾ കരഞ്ഞപ്പോൾ അല്പനേരത്തേക്കെങ്കിലും അവരുടെ കരച്ചിൽ മാറ്റാൻ ചെയ്തതാണ്. ഇത് ഞങ്ങളുടെ വിധിയാണ്. അപ്പോൾ എന്താ അവർ പറഞ്ഞത്? അടുപ്പിലൊന്നും ഇരിപ്പില്ലല്ലേ, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇത് വെറും വെള്ളം വെച്ച് അടുപ്പിൽ വെച്ചേക്കാണ് കുട്ടികളുടെ കരച്ചിലൊരു അല്പസമയത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ വേണ്ടി. ഇത് ഞങ്ങളുടെ വിധിയാണ്, ഇത് ഞങ്ങളുടെ വിധി, ഞങ്ങൾക്കിത് അനുഭവിച്ചേ തീരൂ എന്ന് അവർ പറയുകയാണ് സങ്കടത്തോടെ. പിന്നീട് എന്താണ് പറഞ്ഞത് നോക്കിക്കേ, നബി തിരുമേനിയോ ഖലീഫ അബൂബക്കറോ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വിധി വരില്ലായിരുന്നു. അവർ കൈകൾ കൊണ്ട് കണ്ണു തുടച്ചു. ഇത് കേൾക്കലും കുട്ടികൾ കരച്ചിൽ പുനരാരംഭിച്ചു. അപ്പം എന്താ അവർ പറഞ്ഞത്? നബി തിരുമേനി അല്ലേ, പ്രവാചകനായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് നബിയോ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അനുയായിയായിരുന്ന ഖലീഫ അബൂബക്കറോ. ഖലീഫ എന്ന് പറയുന്നത് ഭരണാധികാരിയെ വിളിക്കുന്ന പേരാണ്, അതുകൊണ്ടാണ് ഖലീഫ ഉമർ എന്നും ഖലീഫ അബൂബക്കർ എന്നും അവരെ പറയുന്നത്. അപ്പോൾ ഖലീഫ അബൂബക്കർ ഉണ്ടായിരുന്നെങ്കിലോ ഞങ്ങൾക്ക് ഇങ്ങനൊരു സങ്കടപ്പെടേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു അല്ലേ. അവരായിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ അവർ ഞങ്ങളുടെ പട്ടിണിയൊക്കെ മാറ്റിയേനെ എന്നവർ സങ്കടത്തോടെ പറഞ്ഞു. ഇത് കേട്ടതും കുട്ടികൾ വീണ്ടും കരച്ചിൽ ആരംഭിച്ചു. നോക്കിക്കേ, അപ്പോൾ എന്താണ് തിരിച്ച് അദ്ദേഹം ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങളെ ഭരിക്കുന്ന ഖലീഫ ഉമർ പ്രജാപരിപാലനം നല്ല രീതിയിൽ നടത്തുന്നില്ലെന്നാണോ? ആശ്ചര്യത്തോടെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ ചോദിച്ചേ? നബിയോ ഖലീഫ അബൂബക്കറോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സങ്കടം വരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, അതിനർത്ഥം എന്താ? ഇപ്പം നിങ്ങളെ ഭരിക്കുന്ന ഖലീഫ ഉമർ നല്ല ഭരണാധികാരി അല്ലെന്നാണോ? അദ്ദേഹം നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നില്ലെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ
ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതം കണ്ടില്ലേ, എന്നും പട്ടിണിയും ദുരിതവുമായി ജീവിക്കേണ്ടി വരുന്നു. അപ്പോൾ അവർ തിരിച്ചു മറുപടി പറയുകയാണ്, അങ്ങനെയല്ല, പക്ഷേ ഞങ്ങളുടെ ജീവിതം കണ്ട് അദ്ദേഹം നന്നായി ഭരണമൊക്കെ നടത്തുന്നു, പക്ഷേ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ പട്ടിണിക്കൊരു മാറ്റവുമില്ല, ഞങ്ങളുടെ പട്ടിണിയും ദുരിതവും ആരും കാണാനില്ല. അല്പനേരം എന്തോ ആലോചിച്ചതിന് ശേഷം ഉമർ അവിടെ നിന്നിറങ്ങി. തിരിച്ച് കൊട്ടാരത്തിലേക്കുള്ള യാത്രയിലുടനീളം അദ്ദേഹം പലതരത്തിലുള്ള ചിന്തകളിലായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ പത്നി അദ്ദേഹത്തിൻ്റെ വിഷാദം കലർന്ന മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഈ ഉമ്മ പറയുന്നത് കേട്ട് അദ്ദേഹം അവിടെ നിന്നിറങ്ങി. ഖലീഫ ഉമർ പക്ഷേ കൊട്ടാരത്തിലേക്ക് മടങ്ങി എത്തുന്നത് വരെ ഈ ഉമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ആലോചിച്ച് വിഷാദിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോൾ, വിഷാദിക്കുക എന്താണ്, ദുഃഖിക്കുക അല്ലേ, ദുഃഖിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്, മുഖത്താകെ വിഷാദം കെട്ടി നിൽക്കുന്നല്ലോ? ഒന്നുമില്ല, അയാൾ പറഞ്ഞു. അല്ല, പതിവില്ലാത്ത രീതിയിൽ നിങ്ങളെന്തോ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും എന്നോട് പറയൂ, അവർ അദ്ദേഹത്തെ നിർബന്ധിച്ചു. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, എന്താണ് ഇത്രത്തോളം നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്താണെങ്കിലും അതെന്നോട് പറയാൻ അവർ ആവശ്യപ്പെട്ടു അല്ലേ? അയാൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നീട് ജാലകം വഴി വിദൂരതയിലേക്ക് നോക്കി പറഞ്ഞു, രാജ്യത്തെ ഒരു മനുഷ്യനെങ്കിലും പട്ടിണി കിടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ രാജാവ് ഒരിക്കലും ഭരിക്കാൻ പ്രാപ്തനല്ല. സംഭവിച്ച കാര്യങ്ങളൊക്കെ ഭാര്യയോട് വിവരിച്ചു. അപ്പോൾ ഖലീഫ ഉമറിന് കുറ്റബോധം തോന്നുകയാണല്ലേ. ഒരു രാജ്യത്ത് ഒരാളെങ്കിലും പട്ടിണി കിടക്കുകയാണെങ്കിൽ ആ രാജ്യം ഭരിക്കാൻ ആ രാജാവ് യോഗ്യനല്ല, അദ്ദേഹത്തിൻ്റെ യോഗ്യതയില്ലായ്മ കൊണ്ടാണ് അങ്ങനൊരു കുടുംബം പട്ടിണി കിടക്കേണ്ടി വന്നതെന്ന് വ്യസനത്തോടെ സങ്കടത്തോടെ ഭാര്യയെ അറിയിക്കുകയാണല്ലേ. ഇത് കേട്ട് ഖലീഫ ഉമറിൻ്റെ ഭാര്യ അവർക്ക് അടുത്ത ദിവസം കഴിക്കാനായി വെച്ചിരുന്ന ഗോതമ്പ് മാവും ഈത്തപ്പഴവും ഒലിവെണ്ണയും ഒരു സഞ്ചിയിൽ പൊതിഞ്ഞ് ജോലിക്കാരനെ വിളിച്ചു. വേണ്ട, അയാളെ വിളിക്കണ്ട, രാവന്തിയോളം പണിയെടുത്ത് വിശ്രമിക്കുന്നവരെ ശല്യപ്പെടുത്തരുത്, ഞാൻ തന്നെ കൊണ്ടു ചെല്ലാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, തൻ്റെ വിഷമം ഇങ്ങനെ പറയുകയാണല്ലേ. ഇങ്ങനൊരു ഉമ്മയും കുട്ടികളെയും കണ്ടു, അവരും ഇങ്ങനെ പട്ടിണി കിടന്ന് വിഷമിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നബി പ്രവാചകനോ ഖലീഫ അബൂബക്കറോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, ഞങ്ങൾ പട്ടിണി കിടക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞു. ഇത് ഭാര്യയോട് പറഞ്ഞപ്പോൾ അവർക്ക് പിറ്റേ ദിവസത്തേക്ക് കഴിക്കാൻ വെച്ചിരുന്ന ആഹാരം ഉണ്ടാക്കാൻ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വേലക്കാരൻ്റെ കൊടുക്കാൻ വേണ്ടി വേലക്കാരനെ വിളിച്ചു. അപ്പോൾ എന്താണ് ഖലീഫ ഉമർ പറഞ്ഞത്? വേണ്ട, അയാളെ വിളിച്ചുണർത്തണ്ട, അയാൾ രാവിലെ മുതൽ ജോലിയെല്ലാം ചെയ്ത് ക്ഷീണിച്ച് കിടക്കുകയാണ്, അങ്ങനെ ഒരാളെ വിളിച്ചുണർത്തണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. ഉമർ വീട്ടിലെത്തി അവർക്ക് ആ സഞ്ചി നൽകി. ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു. അവർ അതിൽ നിന്ന് ഈത്തപ്പഴം എടുത്ത് കുട്ടികൾക്ക് നൽകി. കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആ സ്ത്രീ അയാൾക്ക് നന്ദി പറഞ്ഞു. അയാൾ അവരെ അഭിവാദനം ചെയ്ത് യാത്രയായി. അദ്ദേഹത്തിൻ്റെ മുഖത്തപ്പോൾ സന്തോഷം കളിയാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഖലീഫ ഉമർ തൻ്റെ ഭാര്യ തന്ന ആ പൊതിയുമായി ഉമ്മയുടെയും മക്കളുടെയും വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ആ പൊതി അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ സഞ്ചിയിൽ നിന്ന് ഈന്തപ്പഴങ്ങളെടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. കുട്ടികളാകട്ടെ വിശപ്പ് സഹിക്കാൻ വയ്യാതിരുന്നയല്ലേ, അപ്പോൾ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടികളുടെയും അവരുടെ ഉമ്മയുടെയും സന്തോഷം കണ്ട് ഖലീഫ ഉമറും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അപ്പം ഇത് ഒരു ചെറിയ കഥയാണ്. അറബി കഥകൾ ഇങ്ങനെ ചെറിയ ചെറിയ കഥകളായിട്ട് നമുക്ക് കിട്ടും. അതിലൊന്നാണിത്. അപ്പോൾ ഈ കഥ പഠിച്ച് തീരുമ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ട് വായിക്കുക, പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഈ കഥ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഭരണാധികാരികളാകണോ എന്ന് മാത്രമല്ല അല്ലേ, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. രാജ്യത്ത് ഒരു കുടുംബം പോലും പട്ടിണി കിടക്കാൻ പാടില്ല. അപ്പോൾ ഒരു നല്ല ഭരണാധികാരി മാത്രമല്ല, ഒരു നല്ല മനുഷ്യനും എങ്ങനെ തന്നെയായിരിക്കണം, നമ്മളുടെ ചുറ്റുമുള്ള ഒരാൾ പോലും പട്ടിണി കിടക്കുന്നത് നമ്മൾ കാരണം നമ്മൾ കാണാനിടവരരുതല്ലേ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ. ഒരു ഭരണാധികാരി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കോ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലേ. ഇപ്പോൾ
നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നിങ്ങൾക്ക് വിഷുവിന്, ഓണത്തിന്, 1-ാം തീയതിക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കൈനീട്ടങ്ങൾ കിട്ടും. ഈ കൈനീട്ടങ്ങളല്ലേ നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണി. ഇതൊക്കെ നമ്മൾ മുട്ടായി വാങ്ങിക്കാനും അങ്ങനെ നമ്മളുടെ സുഖത്തിനൊക്കെ വേണ്ടി ചിലവാക്കാതെ നമ്മളത് സൂക്ഷിച്ച് വെക്കുകയാണ്. സൂക്ഷിച്ച് വെച്ച് ഒരു നേരം ആഹാരം കിട്ടാത്ത ഒരാൾക്ക് നമ്മളത് കൊടുക്കുന്നു, അല്ലെങ്കിൽ വീടില്ലാത്ത ഒരാളെ വീട് വയ്ക്കാൻ സഹായിക്കാനായിട്ട് നമ്മളത് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഏറ്റവും നല്ല മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പം മാത്രമേ നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഒരർത്ഥം ഉണ്ടാകുന്നുള്ളൂ. നമ്മളിതൊക്കെ പഠിക്കുന്നത് എന്തിനാ? എക്സാമിന് എഴുതാൻ വേണ്ടി മാത്രമാണോ? ഒരിക്കലുമല്ല. അങ്ങനെ നമ്മൾ ആരും പഠിക്കരുത്. എക്സാമിന് എഴുതി ജയിച്ച് മാർക്ക് വാങ്ങിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ആരും നല്ല മനുഷ്യരാകില്ല. പകരം എന്താണ്, ഈ ഓരോ പാഠങ്ങളും നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളുണ്ടല്ലേ, ഈ ഓരോ പാഠത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ പാഠം നമ്മളോട് പറയുന്നത്? ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് നമ്മളെക്കൊണ്ടാകുന്ന തരത്തിൽ അവരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കണം, അല്ലേ? ഒരു നേരം ആഹാരമില്ലാതെ ഒരാളിരിക്കുമ്പോൾ എൻ്റെ ആഹാരത്തിൽ നിന്ന് പകുതി കൊടുക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടാകണം. ഒരു വീടില്ലാത്ത ഒരാൾ സങ്കടപ്പെടുമ്പോൾ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു തുട്ടുകൾ അത് ചേർത്ത് വെച്ച് നൽകി അയാൾക്കൊരു വീട് വയ്ക്കാനുള്ള, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാടൊന്നും കാണില്ല, ഒരു വലിയ വീട് വെച്ച് കൊടുക്കാനുള്ള പണമൊന്നും നമ്മുടെ കയ്യിൽ കാണില്ല, പക്ഷെ ഉള്ളത് ചേർത്ത് വെച്ച് നൽകുമ്പോൾ എന്താണ് ചെയ്യുക? ദൈവം നമ്മളെ കാണുന്നുണ്ടല്ലേ, അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ആ കഥയുടെ അവസാനം പറയുന്നതുണ്ടോ, അദ്ദേഹത്തിൻ്റെ മുഖത്തപ്പോൾ സന്തോഷം കളിയാടുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് സന്തോഷം വന്നത്? അദ്ദേഹം കുറേ പണം സമ്പാദിക്കുകയോ വയറ് നിറച്ച് ആഹാരം കഴിക്കുകയോ ചെയ്തതല്ല, മറ്റുള്ള ഒരാളുടെ കണ്ണീര് തുടച്ച് അയാൾക്കൊരു സന്തോഷം കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം വന്നതല്ലേ. അപ്പം നമ്മളും ഓരോ നല്ല മനുഷ്യരാകാൻ വേണ്ടി ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ വളർന്നു വരുന്നതനുസരിച്ച് നിങ്ങളാണ് നാളെയുടെ ഭാവിയാകേണ്ടവരല്ലേ. നാളത്തെ ഒരു ഈ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളാണ്. അപ്പോൾ നിങ്ങൾ എന്താകണം? നല്ല മനുഷ്യരാകണം. മറ്റുള്ളവരുടെ കണ്ണീര് തുടയ്ക്കാൻ, അവരുടെ മുഖത്ത് ഒരു ചിരി കൊണ്ടുവരാൻ നമ്മളെക്കൊണ്ടാകുന്ന രീതിയിൽ ഒരു ചെറിയ പ്രവൃത്തി, ചിലപ്പോൾ നമ്മളുടെ ഒരു സ്നേഹത്തോടുള്ളൊരു നോട്ടം, നമ്മളുടെ ഒരു ചിരി, സാരമില്ല എന്നൊരു വാക്ക്, ഇതൊക്കെ തന്നെ മതിയായിരിക്കും. ഇതൊക്കെ തന്നെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അതാണ്. ഖലീഫ ഉമറും പ്രവാചകൻ നബിയും ഖലീഫ അബൂബക്കറും ഒക്കെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എങ്ങനെയാണ്? അവരിന്നും മരിച്ച് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ ജനങ്ങളുടെ ഉള്ളിൽ ജീവിച്ചിരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അവർ ചെയ്ത നല്ല പ്രവർത്തികൾ കൊണ്ടാണ്. അപ്പം നമ്മളെപ്പോഴും മറ്റുള്ളവർ ഓർക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഒരാളുടെ കണ്ണീര് തുടച്ച് അവരുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരാൻ സാധിച്ച വ്യക്തി എന്ന നിലയിലായിരിക്കണം. നമ്മളെ ഓരോ മനുഷ്യരും ഓർക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്തൊരു ചിരി വിടരണം. എന്നിട്ട് എന്ത് പറയണം? നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയണം. എത്രമാത്രം നമ്മൾ സമ്പാദിച്ചു എന്നല്ല, എത്ര വലിയ വീട് വെച്ചു എന്നതിലല്ല, എത്ര മനുഷ്യരുടെ മുഖത്ത് ഒരു ചിരി കൊണ്ടുവരാൻ നമ്മളെക്കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നിങ്ങൾ ഈ പാഠം നന്നായിട്ട് വായിക്കുക, പദങ്ങളുടെ അർത്ഥം പഠിക്കുക, നല്ല മനുഷ്യരാകാൻ പഠിക്കുക. പഠിച്ച് വലിയ ആരാകണമെന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മളുടെ കരിയർ, നമ്മൾ ജോലി ചെയ്യുന്ന പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ, അതിനെല്ലാം അപ്പുറം നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഓക്കെ, ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, പദങ്ങളുടെ അർത്ഥം പഠിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.